നായകൾ പോകുന്ന ആ ഒരു ലൈനിൽ നിന്ന് സ്ലെഡ്ജിൻ്റെ ഒരു പൊസിഷൻ മാറും. പെട്ടെന്ന് ഭയം തോന്നി സ്ലെഡ്ജ് നമ്മുടെ കൺട്രോളിൽ നിന്ന് നമ്മൾ ഈ സ്ലെഡ്ജിൽ നിന്ന് പുറത്ത് വീഴുമോ എന്ന് പറയുന്ന പേടിയൊക്കെ നമുക്ക് തോന്നുന്ന ഒരു നിമിഷമാണത്. അപ്പോൾ ഇത് കുറച്ച് ഒരു ഹയർ ആൾട്ടിറ്റ്യൂഡ് പോലെ ജോഗ്രഫിയിൽ നിന്ന് കുറച്ച് പൊന്തി നിൽക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ടായിരുന്നു. കാറ്റ് നമ്മളെ മൂവ് ചെയ്യുന്നൊരു അനുഭവമായിരുന്നു. ശരീരത്തിൻ്റെ ഒരു എല്ലാ മസിലുകളും ഭയങ്കരമായിട്ട് വേദന എടുക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ആ ഒരു സെൻസ് ഓഫ് ടൈം എവിടെയോ പോകുന്നു എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. പിടിച്ച സമയത്ത് നായകളുടെ ഒരു ശക്തി കൊണ്ട് നായകൾ എന്നെ വലിച്ചുകൊണ്ട് പോയിട്ട് എനിക്ക് സ്ലെഡ്ജ് കയറാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ടായി. സ്ലെഡ്ജ് ചെയ്തുകൊണ്ടിരിക്കാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നതിനൊപ്പം തന്നെ ഇത് പെട്ടെന്ന് എത്തിയിരുന്നെങ്കിൽ, ഇതൊന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള തോന്നലും അപ്പം തന്നെ തോന്നുന്ന പോലെ തന്നെ ഒരു അനുഭവമായിരുന്നു ഇത് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഫ്ലാഗ് ഓഫ് ആയി, സ്ലെഡ്ജുകൾ മൂവ് ചെയ്ത് തുടങ്ങി. സ്ലെഡ്ജ് മൂവ് ചെയ്തിട്ടുള്ള ആദ്യത്തെ കുറച്ച് കിലോമീറ്ററുകളെന്ന് പറയുന്നത് നമ്മൾ ഒരു സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഒരു മോട്ടോർ സൈക്കിൾ ആദ്യമായിട്ട് ഓടിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഫീൽ ചെയ്യുന്ന ഒരു മൊമെൻ്റ് ഓഫ് ഡിസ്കവറി, നമ്മൾ പുതിയതായിട്ടൊരു കാര്യം കണ്ടെത്തുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റും, അതേപോലെ തന്നെ നമുക്ക് പരിചിതമില്ലാത്തൊരു കാര്യം ആദ്യമായിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ആ ഭയവും എല്ലാം കൂടെ കലർന്ന ഒരു വികാരമായിരുന്നു ആ സമയത്ത് തോന്നുന്നുണ്ടായിരുന്നത്. ഏറ്റവും മുന്നിലായിട്ട് പോകുന്നൊരു ചീഫ് ഇൻസ്ട്രക്ടറാണ് ശരിക്കും ഈ ട്രെയിൽ ക്രിയേറ്റ് ചെയ്ത് പോകുന്നത്. അദ്ദേഹം മാത്രമാണ് ശരിക്കും ഈ നായകളെ കൃത്യമായിട്ട് ഡയറക്ഷൻ അനുസരിച്ച് നിയന്ത്രിച്ച് പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൃത്യമായിട്ടുള്ളൊരു റൂട്ടുണ്ട്. സ്ഥിരമായിട്ട് സ്നോ മാറി മറിയുന്നൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ട്രെയിൽ മാർക്ഡ് ആയിരിക്കില്ല. ഈ മുന്നിൽ പോകുന്ന ചീഫ് ഇൻസ്ട്രക്ടറാണ് ശരിക്കും ആ ട്രെയിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. കൃത്യമായ ഒരു മാപ്പ് പുള്ളിക്ക് വളരെ കാലങ്ങളായി ആ ഏരിയയിൽ യാത്ര ചെയ്ത് കൃത്യമായിട്ട് പുള്ളിയുടെ മനസ്സിൽ കൃത്യമായ റൂട്ടും കൃത്യമായ ആ മേഖലയെക്കുറിച്ചുള്ളൊരു അറിവും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പിന്നിലായിട്ട് വളരെ ട്രെയിൻഡായ നായകളായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അദ്ദേഹത്തെ പിന്തുടർന്ന് 4 സ്ലെഡ്ജുകളുള്ള 5 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഈ 4 സ്ലെഡ്ജുകളുള്ള ഗ്രൂപ്പുകൾ തമ്മിലൊരു ചെറിയ അകലം പാലിക്കുന്നതായിരിക്കും. ഇത് പ്രധാനമായിട്ടും എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും കാരണവശാൽ ഒരു സ്ലെഡ്ജ് മറിയുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അപകടം ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്ലെഡ്ജുകൾ കൂട്ടിയിടിക്കുക, അത്തരത്തിലുള്ള സാധ്യതകൾ ഒഴിവാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത് കൂടുതൽ അപകടത്തിലേക്ക് നയിക്കുന്നൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ സ്ലെഡ്ജിന് ഒരു ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ഈ ബ്രേക്ക് വെച്ചിട്ട് നമുക്ക് സ്ലെഡ്ജ് നിർത്താൻ ഒരു പരിധി വരെ ശ്രമിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും സ്ലെഡ്ജ് പൂർണ്ണമായിട്ട് നിൽക്കില്ല, കാരണം സ്നോയാണ്. സ്നോയിൽ നമുക്കിതിനെ സ്ലെഡ്ജിനെ സ്ലോ ഡൗൺ ചെയ്യാനായിട്ടാണ് ഈ ബ്രേക്കുകൾ പ്രധാനമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. പക്ഷേ ഈ നായകളുടെ ഒരു ശക്തി കാരണം നായകൾ വീണ്ടും ഈ സ്ലെഡ്ജിനെ മുന്നോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും. ചില സാഹചര്യങ്ങളിൽ സ്ലെഡ്ജ് ചിലപ്പോൾ നിൽക്കും, ചില സാഹചര്യങ്ങളിൽ സ്ലെഡ്ജ് ഈ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ഫോഴ്സിനനുസരിച്ച് ചിലപ്പോൾ സ്ലെഡ്ജ് സ്ലൈഡ് ആവുകയും ഇത് ചെറുതായിട്ട് വളഞ്ഞു പോവുകയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഡിസ്കവർ ചെയ്യുന്നൊരു ടൈമാണ് ഈ ആദ്യത്തെ കുറച്ച് ദൂരം എന്ന് പറയുന്നത്. പിന്നെ ഇടയ്ക്ക് ബമ്പി ആയിട്ടുള്ള സ്ഥലങ്ങൾ വരുന്ന സമയത്ത് സ്ലെഡ്ജ് ചെറുതായിട്ട് ജമ്പ് ചെയ്യും. ജമ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നായകൾ പോകുന്ന ആ ഒരു ലൈനിൽ നിന്ന് സ്ലെഡ്ജിൻ്റെ ഈ പറയുന്ന ഒരു പൊസിഷൻ മാറും. ഈ മാറി കഴിയുമ്പോഴത്തേനും നായകൾ ഇത് വലിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇത് തിരിയുന്ന സമയത്തും നമുക്ക് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഭയം തോന്നി സ്ലെഡ്ജ് നമ്മുടെ കൺട്രോളിൽ നിന്ന് നമ്മൾ ഈ സ്ലെഡ്ജിൽ നിന്ന് പുറത്ത് വീഴുമോ എന്ന് പറയുന്ന പേടിയൊക്കെ നമുക്ക് തോന്നുന്ന ഒരു നിമിഷമാണത്. സ്ലെഡ്ജുകൾ തമ്മിൽ പൊതുവേ ഈ ദൂരം എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാറുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു ടെൻഷനും ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കലർന്ന ഒരു അനുഭവമായിരുന്നു ആദ്യത്തെ കുറച്ച് ദൂരം. അങ്ങനെ കുറച്ച് ദൂരം കവർ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ചുറ്റുമുള്ള പുറം കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന പോലൊരു കോൺഫിഡൻസിലേക്കും കുറച്ചുകൂടെ ഒരു സെർട്ടനിറ്റിയിലേക്കും ഞാൻ എത്തിയത്. ആ സമയത്താണ് പെട്ടെന്ന് ഞാൻ റിയലൈസ് ചെയ്യുന്നത്, ശരിക്കും ചുറ്റുമുള്ള കാഴ്ചകൾ തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ചെറിയ മൗണ്ടെയിൻസ് പോലുള്ള ജോഗ്രഫിയൊക്കെയാണ് ഇനീഷ്യലി ഉണ്ടായിരുന്നത് നമ്മുടെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന സ്ഥലം മുതൽ. അപ്പോൾ എല്ലാത്തിനും വെള്ള നിറം തന്നെയാണ്, ഏതാണ്ട് വെള്ള നിറത്തിലുള്ള സ്നോ കവേർഡായിട്ടുള്ള ലാൻഡ്സ്കേപ്സ്. അതുപോലെ തന്നെ ആകാശത്തിനും വലിയൊരു കളർ ഡിഫറൻസ് ഇല്ലാതെ ഏതാണ്ട് വെള്ള നിറത്തിൽ തന്നെയാണ് ആ സമയത്ത് കാണപ്പെട്ടുകൊണ്ടിരുന്നത്. ഒടുവിൽ നമ്മുടെ ആദ്യത്തെ ക്യാമ്പിംഗ് സൈറ്റിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ഏതാണ്ട് 30 കിലോമീറ്റർ ആയിരുന്നു ആദ്യത്തെ ദിവസം കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മുടെ ക്യാമ്പിങ്ങിനുള്ള സമയമായി. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം സ്റ്റോപ്പ് ചെയ്തിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ചെറിയ ഒരു ബേസ് ക്യാമ്പ് സെറ്റപ്പ് ഉള്ള സ്ഥലമായിരുന്നു. അവിടെ പറഞ്ഞ പോലെ ബയോ ടോയ്ലറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ ബയോ ടോയ്ലറ്റ്സ് ഒക്കെ ഉള്ള ഒരു ഏരിയയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡോഗ്സിനെ കെട്ടാനായിട്ട് പ്രത്യേക ഒരു ഏരിയ ഉണ്ട്.
അവിടുന്ന് കുറച്ച് മാറിയിട്ട് നമുക്ക് ടെൻറ്റ് ചെയ്യാനുള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് ഒരു ഹയർ ആൾട്ടിറ്റ്യൂഡ് പോലെ മറ്റുള്ള ജോഗ്രഫിയിൽ നിന്ന് കുറച്ച് പൊന്തി നിൽക്കുന്നൊരു സ്ഥലമായതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ടായിരുന്നു. നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം നമ്മൾ ഏറ്റവും ആദ്യം സ്ലെഡ്ജിൽ സ്റ്റോപ്പ് ആവുന്ന സ്ഥലത്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നായകളെ ഓരോരുത്തരെയായിട്ട് അഴിച്ച് നമ്മൾ നായകളെ കെട്ടേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി കെട്ടുക എന്നുള്ളതാണ്. എന്നിട്ട് നായകൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് വേണം നമ്മൾ മറ്റെന്തും ചെയ്യാനായിട്ട്. അപ്പോൾ ഈ നായകളെ അഴിച്ച് കൊണ്ടുപോകുന്ന സമയത്തും നമ്മൾ സ്ലെഡ്ജിൽ ഏത് പൊസിഷനുള്ള നായയാണ് ആദ്യം അഴിക്കേണ്ടതെന്ന് പറയുന്നതിനും കൃത്യമായിട്ടൊരു ഓർഡറുണ്ട്. അപ്പോൾ ഒരു നായ അഴിക്കുമ്പോൾ മറ്റ് നായകളും ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് നമ്മുടെ സ്ലെഡ്ജ് മൂവ് ചെയ്യാൻ ശ്രമിക്കും. അതുകൊണ്ട് സ്ലെഡ്ജ് പ്രോപ്പറായിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് നമ്മളൊരു ആങ്കർ വെച്ചിട്ട് ഇത് സ്നോയിൽ കുത്തി ഇതിനെ മൂവ് ചെയ്യാൻ പറ്റാത്ത രീതിയിലിട്ടിട്ടാണ് ഈ നായകളെ അഴിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഈ പറഞ്ഞ പോലെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ചലഞ്ച് എന്ന് പറയുന്നത് ആ കാറ്റുള്ള സമയത്ത് നമ്മുടെ ടെൻറ്റ് ആദ്യമായിട്ട് പിച്ച് ചെയ്യുക എന്ന് പറയുന്നൊരു സാധനമായിരുന്നു. അപ്പോൾ ടെൻറ്റ് പിച്ച് ചെയ്യാൻ സമയമായപ്പോഴേക്കും കാറ്റ് കൂടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പോള് പിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ മെറ്റൽ പോളുകൾ തന്നെ കാറ്റിൽ മൂവ് ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായി. അപ്പോൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തു. അപ്പോൾ ഈ സ്ട്രഗിൾ ചെയ്യുന്നതിനൊപ്പം തന്നെ ലെയറിങ് ഓഫ് ക്ലോത്ത് കുറയ്ക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. കാരണം നമ്മുടെ ശരീരം വിയർക്കാൻ പാടില്ല. അങ്ങനെ ഈ ടെൻറ്റ് പിച്ച് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടി ചെയ്തൊരു കാര്യമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ ഇൻസ്ട്രക്ടർ എല്ലാവരോടും കൃത്യമായിട്ട് നിങ്ങൾ ടെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഐസ് വോൾ പണിഞ്ഞേ പറ്റൂ ഈ രാത്രി എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ തരിക. അപ്പോൾ നമ്മൾ നായകൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ ഭക്ഷണം കഴിക്കാനുള്ള ടൈം ശരിക്കും എത്തിയെങ്കിലും നമ്മളെല്ലാവരും അത് മാറ്റി വെച്ചിട്ട് ഏതാണ്ട് ഒരു മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെയുള്ള സമയം എല്ലാവരും സ്പെൻഡ് ചെയ്തത് ഈ ഐസ് വോൾ ഉണ്ടാക്കാനാണ്. അപ്പോൾ ഈ ഐസ് വോൾ നമ്മൾ ആദ്യ ദിവസം പ്രാക്ടീസ് ചെയ്യുന്നതിലും ഡിഫിക്കൽട്ടായിരുന്നു ഈ തവണ അത് ചെയ്യാൻ. കാരണം ഈ കാറ്റ് കാരണം നമുക്ക് പ്രോപ്പറായിട്ട് ഐസ് എടുത്തിട്ട് നല്ല കട്ടിയുള്ള ഐസ് വെച്ച് ബ്രിക്കുകൾ പോലെ ആക്കി മാറ്റാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് ഒന്നിനു മേൽ ഒന്നായിട്ട് സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് പ്രോപ്പറായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അത് എല്ലാവരെയും ഒരുപക്ഷെ നന്നായിട്ട് ബുദ്ധിമുട്ടിച്ചൊരു രാത്രിയായിരുന്നു. അതിനുശേഷം ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എല്ലാവരും വളരെ ടയേർഡായിരുന്നു. നമ്മളെല്ലാവരും നമ്മുടെ സ്റ്റൗ സെറ്റപ്പ് കത്തിച്ച് വെള്ളം ചൂടാക്കി വളരെ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ച് എല്ലാവരും കിടക്കുകയാണ് ചെയ്തത്. എല്ലാവരും വളരെ ടയേർഡായിട്ടുള്ളൊരു ഫസ്റ്റ് ഡേ ആയിരുന്നു അത്. അടുത്ത ദിവസം പുലർച്ചെ ആദ്യത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ബയോ വാഷ്റൂംസ് ഉള്ളൊരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ അവസാനമായിട്ടൊരു വാഷ്റൂം ഉള്ളൊരു സ്ഥലം. ഇനിയുള്ള 4 ദിവസം നമ്മൾ ട്രാവൽ ചെയ്യുന്നത് അബ്സല്യൂട്ട്ലി അൺടച്ച്ഡ് ആയിട്ടുള്ളൊരു സ്ട്രെച്ച് ഓഫ് ലാൻഡിലൂടെയാണ്. അപ്പോൾ ഈ ബയോ ടോയ്ലറ്റിലേക്ക് നടക്കാനുള്ള ദൂരം എന്ന് പറയുന്നത് ഏതാണ്ട് 1 കിലോമീറ്ററിൽ കൂടുതലാണ്. അപ്പോൾ ആ ദൂരം നടക്കുന്ന സമയത്ത് ശരിക്കും കാറ്റ് നമ്മളെ മൂവ് ചെയ്യുന്നൊരു അനുഭവമായിരുന്നു. ഈ കാറ്റ് കാരണം നമ്മൾ മൂവ് ആവുന്ന പോലൊരു അനുഭവമായിരുന്നു. അങ്ങനെ ആ ദിവസം സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ സ്ലെഡ്ജ് മൂവ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഏറെക്കുറെ ഡോഗ്സുമായിട്ട് കുറച്ചും കൂടെ ഒരു അടുപ്പം, അതായത് ഇവരെ കുറച്ചും കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പോലെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ചൊക്കെ ഇവർ നമ്മളെ ഒബേ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇവരെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഡോഗ്സാണ്. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ സ്ലെഡ്ജ് ഈ പറഞ്ഞ പോലെ ഡോഗ്സിനെ കെട്ടി പുള്ളിക്കാരി ആ സ്ലെഡ്ജിൽ കയറുന്നതിന് മുമ്പ് ഇവർ സ്ലെഡ്ജ് മൂവ് ചെയ്ത് പോയൊരു ഇൻസിഡൻ്റൊക്കെ ആ രാവിലെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എല്ലാവരും കാര്യങ്ങളൊക്കെ ഫിഗർ ഔട്ട് ചെയ്ത് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ 2ാമത്തെ ദിവസത്തെ യാത്രയിൽ നമ്മൾ അടുത്തതായിട്ട് റീച്ച് ചെയ്യേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു സമതലത്തിലേക്കാണ്. അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ ആൾട്ടിറ്റ്യൂഡ് ഡിഫറൻസുകളില്ലാത്ത വളരെ പ്ലെയിൻ ആയിട്ടുള്ള ലാൻഡിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ആ ദിവസം ഈ പറഞ്ഞ പോലെ ഒരു നിശ്ചിത ദൂരത്തിന് ശേഷം ഈ സ്ലെഡ്ജ് ചെയ്യുക എന്ന് പറയുന്നതിന് വളരെ ഒരു ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള സാധനമാണെന്ന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൊരു ദിവസമായിരുന്നു. കാരണം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ശരീരത്തിൻ്റെ എല്ലാ മസിലുകളും ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നൊരു അനുഭവം ഉണ്ടായി. അപ്പോൾ ഭയങ്കര തണുപ്പായതുകൊണ്ട് ഇത് വളരെ പയ്യാണ് നമ്മൾ ഫീൽ ചെയ്യുന്നത്. അതായത് നമ്മൾ സ്ലെഡ്ജ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയ ജേർക്സ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്ത് ഏതെങ്കിലും ഒരു ഭാഗത്തെ മസിൽസൊക്കെ ഭയങ്കരമായിട്ട് വേദനിക്കുന്ന പോലെ നമ്മൾ റിയലൈസ് ചെയ്യും. ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. നമ്മൾ ഈ സ്ലെഡ്ജിനെ നമ്മൾ കോൺക്വയർ ചെയ്തു, അതിനെ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നൊരു കാര്യം നമ്മൾ പഠിച്ചു വരുന്നു എന്ന് പറയുന്നൊരു കാര്യം ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.
അങ്ങനെ മുന്നോട്ട് പോയി ആദ്യത്തെ ബ്രേക്ക് ഓൾമോസ്റ്റ് ഒരു 25 കിലോമീറ്റേഴ്സിന് ശേഷമായിരുന്നു. അപ്പോൾ ആ ബ്രേക്ക് ആയപ്പോഴത്തേനും തന്നെ ഈ പറഞ്ഞ പോലെ ഒരുവിധം എല്ലാവരും ആദ്യത്തെ ഒരു ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഏറെക്കുറെ ഭയങ്കര ടയേർഡാണ്, അല്ലെങ്കിൽ എല്ലാവരിലും ഈ പറഞ്ഞ പോലെ ഒരു ലാക്ക് ഓഫ് എക്സൈറ്റ്മെൻറ്റ് എവിടെയോ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്, എല്ലാവരും സ്വയം പുഷ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ഇത് തീരണമെങ്കിൽ ഇനിയും 3-4 ദിവസങ്ങളുണ്ട് എന്ന് പറയുന്ന കാര്യം. ആദ്യത്തെ ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ജോഗ്രഫിക്കലി ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പോഴെല്ലാം നമ്മുടെ മനസ്സിലുള്ളതെന്ന് പറയുന്നത് ഈ സ്ലെഡ്ജ് ഒരു കാരണവശാലും വീഴാൻ പാടില്ല, വീണ് കഴിഞ്ഞാൽ എന്തൊക്കെ അപകടം ഉണ്ടാവാം എന്ന് പറയുന്ന ചിന്തകളൊക്കെ വെച്ചിട്ട് നമ്മൾ ഈവനിങ്ങോടെ അടുത്ത സ്റ്റോപ്പിലെത്തി. അപ്പോൾ അടുത്ത സ്റ്റോപ്പിലെത്തുന്ന സമയത്തും ഇതുപോലെ ഈ വെളുത്ത നിറമാണ് എല്ലായിടത്തും കാണുന്നതെന്ന് പറയുന്ന പോലെ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് പകലാണ് കൂടുതലും. നമുക്ക് രാത്രി എന്ന് പറയുന്നൊരു സമയം വളരെ കുറവാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഏതാണ്ട് കുറച്ച് മണിക്കൂറുകൾ, ഏതാണ്ട് ഒരു 11 മണി ഒക്കെ രാത്രി ആവുന്ന സമയത്താണ് ചെറുതായിട്ടൊരു ഇരുട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ആ ഒരു സെഷനൊക്കെ ആയപ്പോഴാണ് എല്ലാവരും കുറച്ചുകൂടെ അടുക്കുന്നതും കൂടുതൽ പരസ്പരം പരിചയപ്പെടുന്നതും ഒക്കെ. അടുത്ത ദിവസം നമ്മുടെ യാത്ര ഒരു ടാസ്കോട് കൂടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് നമ്മൾ ഈ യാത്ര ചെയ്ത് അവസാനം എത്തുന്ന സ്ഥലത്ത് നമ്മൾ സ്വന്തമായിട്ട് ഫയർ മേക്ക് ചെയ്തിട്ട് ഒരു ഫയർ പ്ലേസ് ഉണ്ടാക്കണം. നമുക്കെല്ലാവർക്കും അതിൻ്റെ ചുറ്റും കൂടാൻ വേണ്ടി ഉണ്ടാക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് മരങ്ങളുള്ളൊരു മേഖലയിലേക്കായിരിക്കും പോകുന്നത്. അതിൻ്റെ മരങ്ങളുടെ ബാർക്കുകളും ബുഷുകളും ഒക്കെ, അതുപോലെ മരങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചെറിയ ഫൈബേഴ്സൊക്കെ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നൈഫ് വെച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്ന ഒരു ട്രെയിനിങ് ഒക്കെ നമുക്ക് അന്ന് വൈകുന്നേരം കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിലേക്കുള്ള ഈ യാത്രയും ഇതുപോലെ വളരെ മൊണോട്ടണസ് ആയിട്ട് കഴിഞ്ഞ 2 ദിവസം എങ്ങനെയാണോ അതുപോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു 50 കിലോമീറ്റർ എന്ന് പറയുന്നത് കവർ ചെയ്യുന്നത് മാനസികമായിട്ട് നമ്മളെ ഭയങ്കര ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഉള്ളൊരു യാത്ര തന്നെയായിരുന്നു. അതായത് എത്രയും പെട്ടെന്ന് എത്തുക എന്ന് പറയുന്ന ഒരു ഇമോഷനിലാണ് നമ്മൾ സ്ലെഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ദിവസം കൂടുതൽ ആളുകൾക്ക് അപകടങ്ങൾ പറ്റുന്നതും നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. സാരമായ അപകടങ്ങളല്ല, പക്ഷേ നമ്മളത് കാണുന്ന സമയത്ത് നമ്മളെയും അത് മെൻ്റലി ബാധിക്കുന്ന തരത്തിലുള്ള വീഴ്ചകളൊക്കെ ആയിരിക്കും പലപ്പോഴും. അങ്ങനെ മൂന്നാമത്തെ ദിവസം ഈവനിങ് അങ്ങനെ ഒരു സ്ഥലത്തെത്തിയും ഞങ്ങൾ ബാർക്കുകൾ കളക്ട് ചെയ്ത് നമ്മുടെ ഫയർ സെറ്റ് ചെയ്യുന്ന ആ ഒരു ട്രെയിനിങ് എല്ലാവർക്കും കിട്ടുകയും ചെയ്തു. അടുത്ത ദിവസം അതിലും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. കാരണം ആ ദിവസം നമ്മൾ ശരിക്കും സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത് കുറച്ച് കാടുള്ളൊരു മേഖലയിലേക്കാണ്. ഈ സമതലങ്ങളിൽ നിന്ന് വീണ്ടും കുറച്ചും കൂടെ സിവിലൈസേഷൻ അടുത്തേക്കാണ് നമ്മൾ അടുത്ത ദിവസം പോകുന്നതെന്ന് പറയുന്ന കാര്യം നമ്മളെല്ലാവരും വളരെ എക്സൈറ്റിംഗ് ആയിട്ടാണ് കണ്ടത്. കാരണം ആ ദിവസം നമ്മളെ കാത്തിരിക്കുന്ന ഒരു വലിയ ടാസ്ക് എന്ന് പറയുന്നത് ആ ദിവസം നമ്മൾ ടെൻറ്റുകളില്ലാതെയാണ് കിടന്നുറങ്ങേണ്ടത്. നമുക്ക് സ്ലീപ്പിംഗ് ബാഗ് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ സ്ലീപ്പിംഗ് ബാഗ് മാത്രമായിട്ട് കിടന്നുറങ്ങാനായിട്ട് നമ്മൾ ഈ ഐസിൽ ഒരു ചെറിയ ട്രെഞ്ച് ഉണ്ടാക്കി, ഒരു കുഴി ഉണ്ടാക്കി, സ്ക്വയർ ഷേപ്പിൽ ആർമിയൊക്കെ ട്രെഞ്ച് ഉണ്ടാക്കുന്ന പോലെ നമ്മളൊരു ട്രെഞ്ച് ഉണ്ടാക്കി ഈ ട്രെഞ്ചിനുള്ളിലാണ് കിടന്നുറങ്ങേണ്ടത്. നമുക്ക് സ്ലീപ്പിംഗ് ബാഗ് മാത്രമായിരിക്കും ഉണ്ടാവുക. നമ്മുടെ മുഖം തുറന്നിട്ടായിരിക്കും നമ്മൾ കിടക്കുക. അങ്ങനെ ആ ഈവനിങ് എഗെയിൻ ഒരു 50 കിലോമീറ്റേഴ്സിന് മുകളിൽ സ്ലെഡ്ജ് ചെയ്ത് ആ ഈവനിങ് നമ്മളെല്ലാവരും എത്തി. 2 പേര് ടീമായിട്ടാണ് ഈ ട്രെഞ്ച് ഉണ്ടാക്കേണ്ടത്. ഐസിൽ നമ്മളൊരു സ്ക്വയർ ഷേപ്പിൽ വലിയൊരു കുഴി കുഴിക്കുക എന്ന് പറയുന്നത് വിചാരിച്ചതിനേക്കാൾ വളരെയധികം പാടുള്ളൊരു കാര്യമായിരുന്നു. ഏതാണ്ട് 2 മണിക്കൂറോളം പ്രയാസപ്പെട്ടാണ് നമ്മൾ കുഴി കുഴിച്ചത്. അതിനുശേഷം ട്രെയിനർ പറഞ്ഞു ഇത് പോരാ, ശരിക്കും ഈ ട്രെഞ്ച് ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് വിൻഡിനെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. വിൻഡിൽ നിന്ന് നമ്മൾ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടെൻറ്റില്ലാതെ സ്ലീപ്പിംഗ് ബാഗ് മാത്രമായിട്ട് കിടന്നുറങ്ങുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചാണ്. ആ ചലഞ്ച് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻറ്റ് പോലെയുള്ള സെറ്റപ്പുകളില്ലാതെ ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ പെട്ടുപോയാൽ സ്ലീപ്പിംഗ് ബാഗ് വെച്ച് സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്ന് പറയുന്നൊരു ചലഞ്ചാണ് ശരിക്കും അത്. അപ്പോൾ നമ്മുടെ ട്രെയിനർ എല്ലാവരോടും പറഞ്ഞു, ഇന്ന് രാത്രി നിങ്ങൾ ചിരിച്ചുകൊണ്ട് കിടന്നുറങ്ങിയാൽ നാളെ രാവിലെ നിങ്ങളുടെ മുഖം അതുപോലെ തന്നെ ഇരിക്കും. ചിരി കുറച്ച് ദിവസം നിങ്ങളുടെ മുഖത്തുണ്ടാകും, കാരണം നിങ്ങളുടെ മസിലൊക്കെ ഫ്രീസ് ആവും. അപ്പോൾ അതിനെല്ലാം പ്രിപ്പയർഡായിട്ട് ഞങ്ങളെല്ലാവരും ആദ്യം കുറച്ച് നേരം ഫയറൊക്കെ ഉണ്ടാക്കി ട്രെഞ്ച് കുഴിച്ചതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും കിടക്കാനായിട്ട് വന്നു. അപ്പോൾ നമ്മുടെ സ്ലീപ്പിംഗ് ബാഗിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഒരു വലിയ ജാക്കറ്റ് ഊരുമെങ്കിലും ബാക്കി 4 ലെയർ ഓഫ് ക്ലോത്തിങ് ഉണ്ടാവും. സ്ലീപ്പിംഗ് ബാഗിനുള്ളിലും മറ്റൊരു ലെയർ ഉണ്ട്. അവസാനം സ്ലീപ്പിംഗ് ബാഗൊക്കെ ഇട്ട് എല്ലാവരും ഒന്ന് സെറ്റായിട്ട് കിടന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ കൂട്ടത്തിൽ നിന്നുള്ള ഒരാളുടെ ഉറക്കെയുള്ള ഒരു നിലവിളി ശബ്ദം കേൾക്കുന്നത്. ആദ്യം നമ്മൾ ഭയത്തോടെ എന്താണെന്ന് കോംപ്രിഹെൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൻ്റെ ഒരു ശബ്ദമാണെന്ന് തിരിച്ചറിയുകയും അതേസമയം തന്നെ
നമ്മളിങ്ങനെ ഒരു ഡോം തിയേറ്ററിലൊക്കെ കിടക്കുന്ന പോലെ നമ്മൾ ഈ ട്രെഞ്ചിൽ കിടന്ന് മുകളിലേക്ക് നോക്കുന്ന സമയത്ത് ആകാശത്തിങ്ങനെ പല നിറങ്ങൾ ഇങ്ങനെ മിന്നി മറയും നമ്മൾ കാണാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോഴാണ് ഞാൻ നോർത്തേൺ ലൈറ്റ്സ് ആദ്യമായിട്ട് കാണുന്നത്. എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഓടിക്കൂടിയെങ്കിലും നോർത്തേൺ ലൈറ്റ്സ് ശരിക്കും നമ്മൾ കാണുന്നുണ്ടോ അതോ അങ്ങനെ തോന്നുകയാണോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ജനിപ്പിക്കുന്ന പോലെ വളരെ മൈൽഡായിട്ടായിരുന്നു ഈ കളേഴ്സ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് തന്നെ ഏതാണ്ട് സെക്കൻഡുകൾ കൊണ്ട് തന്നെ ആകാശത്ത് പല തരത്തിലുള്ള രൂപങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്ന പോലെ. ഞാൻ അന്ന് എൻ്റെ ക്യാമറയിലെടുത്തൊരു ഫോട്ടോഗ്രാഫ് ഉണ്ട്, ഒരു പരുന്തിൻ്റെ രൂപത്തിലുള്ള ആകാശത്തിൽ പച്ച നിറത്തിലുള്ള ലൈറ്റ് കൊണ്ടുള്ള ഒരു ഇമേജ്. അപ്പോൾ പിങ്കും ഗ്രീനും അതുപോലെ തന്നെ ചെറിയ ബ്ലൂയിഷ് കളറും കൂടെ ചേർന്നിട്ടായിരുന്നു നമ്മൾ ആകാശത്ത് നോർത്തേൺ ലൈറ്റ്സ് അറോറ ബോളിസ് കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ആ രാത്രി വെളുക്കുമ്പോൾ ഇൻസ്ട്രക്ടർ വാക്ക് എന്ന പോലെ തന്നെ മുഖത്തിൻ്റെ മസിലൊക്കെ വളരെ ഫ്രീസായി, വളരെ സ്റ്റിഫായി, സംസാരിക്കാൻ തന്നെ ബുദ്ധിമുട്ടായി, മുഖത്തെ മസിൽസ് അനക്കാൻ നന്നായിട്ട് പാടുപെടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ട് നമ്മൾ അവസാനത്തെ ദിവസത്തെ യാത്ര ആരംഭിച്ചു. യാത്ര ചെയ്ത് പോകുന്ന സമയത്ത് ആ ദിവസം എഗെയിൻ നമുക്ക് ജോഗ്രഫിക്കലി ചെറിയ സ്ലോപ്പുകളും ഈ പറഞ്ഞ പോലെ ആൾട്ടിറ്റ്യൂഡ് ഡിഫറൻസുകളും ഒക്കെ ഉള്ള ഒരു മേഖലയിലൂടെയാണ് യാത്ര ചെയ്തിരുന്നത്. ഒരു വലിയ ഇറക്കം ഉണ്ടായിരുന്നു. ആ ഇറക്കത്തിൽ ഒരുവിധം എല്ലാവരും വീണു. അപ്പോൾ ആ സമയം എനിക്ക് നന്നായിട്ടൊരു ഫോൾ ഉണ്ടായി. എൻ്റെ ഒരു ഫസ്റ്റ് മേജർ ഫോൾ എന്ന് പറയുന്നത് അതായിരുന്നു. അതിന് മുമ്പ് 1-2 തവണ ഉണ്ടായെങ്കിലും എനിക്ക് ഈ പറഞ്ഞ പോലെ സ്ലെഡ്ജ് നായകൾ ഒരുപാട് വലിച്ചു പോകുന്ന അനുഭവമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇത്തവണ ഞാൻ നന്നായിട്ട് വീണ് ഏതാണ്ട് ആ ഇറക്കം മുഴുവൻ ഉരുണ്ട് താഴെ എത്തുന്ന പോലെയുള്ളൊരു വീഴ്ചയായിരുന്നു. എന്നിട്ട് ഒരു തവണ സ്ലെഡ്ജിന് പിന്നാലെ പോയിട്ട് സ്ലെഡ്ജിൽ പിടിച്ച സമയത്ത് നായകളുടെ ഒരു ശക്തി കൊണ്ട് നായകൾ എന്നെ വലിച്ചുകൊണ്ട് പോയിട്ട് എനിക്ക് സ്ലെഡ്ജിൽ കയറാൻ പറ്റാത്തൊരു അനുഭവം ഉണ്ടായി. എന്നിട്ട് നായകൾ സ്ലൈറ്റ്ലി സ്ലെഡ്ജ് ഈ ട്രാക്കിൽ നിന്ന് കുറച്ച് പുറത്ത് കൊണ്ടുപോയിട്ടാണ് ഇവർ നിൽക്കുന്നത്. പിന്നെ സ്ലെഡ്ജിൽ കയറുന്ന സമയത്ത് ഇവരെ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടി. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് മൊമെൻ്റ് എന്ന് പറയാവുന്ന പോലെ ഈ യാത്രയുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഏറ്റവും അവസാനത്തെ ദിവസത്തിലെ പ്രധാന ടാസ്കിലേക്ക് വരുന്ന സമയത്താണ് നമ്മളെല്ലാവരും റിയലൈസ് ചെയ്യുന്നത്. ഈ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റീം ബാത്ത് എടുക്കണം. അപ്പോൾ അതിനുള്ള സൗകര്യം ഈ ലാസ്റ്റ് സ്റ്റോപ്പിലുണ്ട്. ഈ സ്റ്റീം ബാത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരീരം ഒരുപാട് ചൂടാവുന്നെന്ന് തോന്നുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓടി പുറത്ത് പോയിട്ട് അവിടെ ബക്കറ്റുകളിൽ വളരെ തണുത്ത ഐസിൽ കുറച്ച് വെള്ളമൊക്കെ ആയിട്ടുണ്ട്, ഇത് നമുക്ക് തലവഴി ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ തണുപ്പ് സഹിക്കാൻ പറ്റില്ല. നമ്മളൊരു ചെറിയ ടവല് മാത്രമായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്ക് ആ തണുപ്പ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഓടി തിരിച്ച് വീണ്ടും സ്റ്റീം ബാത്തിനുള്ളിലേക്ക് കയറുമ്പോൾ കുറച്ചധികം നമ്മുടെ ശരീരം ചൂടാവും. ആ ചൂടാവുന്ന സഹിക്കാൻ പറ്റാത്ത മൊമെൻറ്റിൽ അഗെയിൻ നമുക്കിത് റിപ്പീറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു ടെമ്പറേച്ചർ ചേഞ്ചിലേക്ക് നമ്മുടെ ബോഡി അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അത് വിചാരിക്കുന്ന അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. അതായിരുന്നില്ല ശരിക്കും ടാസ്ക്. അത് നമ്മുടെ ടാസ്കിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് മാത്രമായിരുന്നു. ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐസിൻ്റെ പ്രതലത്തിൽ ഈ ഐസ് കട്ട് ചെയ്തിട്ട് ഒരു ഐസ് ഹോള് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിൽ മുഴുവനായി മുങ്ങിക്കയറുക എന്നുള്ളതായിരുന്നു ടാസ്ക്. ഇത് നമ്മൾ മുങ്ങിക്കയറേണ്ടത് ഈ മൈനസ് ടെമ്പറേച്ചറുള്ളൊരു സ്ഥലത്താണ്. ഈ വെള്ളം ഫ്രീസ് ആവുന്നതിന് മുമ്പ് നമ്മൾ പെട്ടെന്ന് ചെയ്ത് തിരിച്ച് കയറി ഓടിച്ചെന്ന് നമ്മൾ സ്റ്റീം ബാത്തിലേക്ക് അഗെയിൻ കയറുക എന്നുള്ളതാണ് ടാസ്ക്. ഇത് നമ്മൾ എക്സ്ട്രീം ആയിട്ടുള്ളൊരു ടെമ്പറേച്ചർ ഡിഫറൻസ് നമ്മുടെ ബോഡിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തി എന്ന് പറയുന്ന ഒരു കാര്യം റിയലൈസ് ചെയ്യാൻ കൂടിയാണ്. ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു കത്തി കുത്തി കയറ്റുന്നത് പോലെയുള്ള ഒരുതരം അത്തരത്തിലുള്ളൊരു പെയിൻ ഫീൽ ചെയ്യുന്നൊരു അനുഭവമായിരുന്നു. അങ്ങനെ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത സമയത്ത് തിരിച്ച് ഏറ്റവും അവസാനം ഈ സ്റ്റീം ബാത്ത് ചെയ്യുന്ന സ്ഥലത്തേക്ക് ഓടിക്കയറുന്ന സമയത്ത് കിട്ടുന്ന ഒരു സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റും ഈ പറയുന്ന ഒരു വലിയൊരു സന്തോഷം തരുന്ന ഫീലിംഗ് ആയിരുന്നു. അവിടുന്ന് ഞങ്ങൾ സ്ലെഡ്ജുകളും നായകളോടുമൊക്കെ ഗുഡ് ബൈ പറഞ്ഞിട്ട് അവസാന ദിവസം ഒരു ക്യാമ്പിംഗ് സൈറ്റിലാണ് ക്യാമ്പ് ചെയ്തിരുന്നത്. അവിടെ നമ്മളെല്ലാവരും നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെച്ച് പരസ്പരം എല്ലാവരോടും നമ്മൾ നന്ദി പറഞ്ഞ് നമ്മളെല്ലാവരും ഒരു ഫെയർവെൽ ഒരു പാർട്ടി പോലെയുള്ള ഒരു ലാസ്റ്റ് ഡേ ആയിരുന്നു. അങ്ങനെ പരസ്പരം യാത്ര പറഞ്ഞ് എല്ലാവരും അവരവരുടെ രാജ്യങ്ങളിലേക്ക് പറക്കുമ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും വളരെ കോമൺ ആയിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇത്രയും ദിവസം അപകടങ്ങളുടെ ഒരുപാട് സാധ്യതകൾക്കിടയിലൂടെ ഒരുപാട് മനോഹരമായ കാഴ്ചകളിലൂടെ നമ്മൾ സഞ്ചരിച്ച് ജീവനോടെ മടങ്ങിപ്പോകുമ്പോൾ 5 ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന വ്യക്തിയിൽ നിന്നും നമ്മൾ കുറേ കാലത്തെ ഒരു ഒരു അനുഭവം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്ക് ലഭിച്ച പോലെ ഒരു ഫീലിംഗ്, അതിൻ്റെ ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ്
അതെല്ലാവർക്കും ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടായിരിക്കാം. മരവിച്ച മുഖത്തെ മസിൽസൊക്കെ ആയിട്ടുള്ള തിരിച്ചുള്ള യാത്രയിൽ മുഖത്തൊരു പുഞ്ചിരി പോലും വരുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് പ്രധാനമായിട്ട് ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, അതിനു മുമ്പുള്ള കുറേ യാത്രകൾ, കുറേ പടവുകൾ ചവിട്ടിയാണ് ഒടുവിൽ ഇങ്ങനെ ഒരു യാത്ര എനിക്ക് സാധ്യമാകും എന്ന് പറയുന്നൊരു വിശ്വാസത്തിലേക്ക് ഞാൻ എത്തുന്നത്. ആ ഒരു ആത്മവിശ്വാസമാണെന്ന് തോന്നുന്നു എൻ്റെ ഏറ്റവും വലിയ ടേക്ക് അവേ ഈ ഒരു യാത്രയിൽ നിന്ന്. അത്തരത്തിലുള്ള ചെറിയ ചെറിയ പടവുകൾ എല്ലാവരെയും വലിയ വലിയ പടവുകളിലേക്ക് നയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി.